ജ്യേഷ്ഠൻ ഒരിക്കൽ ഒരു വൃക്ഷത്തൈ കൊണ്ടുവന്ന് നട്ടു. ഞാവൽപ്പഴത്തിന്റെ തൈയാണ് എന്ന് പറഞ്ഞാണ് ഈ വൃക്ഷത്തൈ അവിടെ കൊണ്ട് നട്ടത്. എന്നാൽ ഇതിന്റെ ഇലകൾ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, ഇത് ഞാവൽപ്പഴത്തിന്റെ തൈയല്ല, ഇത് മറ്റേതോ വൃക്ഷത്തിൻ്റെതാണെന്ന് പറഞ്ഞു. ചേച്ചി ഇതിന്റെ ഇലകൾ നോക്കിയതിനു ശേഷം പറഞ്ഞു, ഇത് ഞാവൽപ്പഴത്തിന്റെ തൈയല്ല, ഇത് സബർജല്ലിയുടെ തൈയാണെന്ന് പറഞ്ഞു. ഏതായാലും ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അവൻ അതിന്റെ ഇലകൾ പറിച്ച് ഒന്ന് രുചിച്ചു നോക്കി. അപ്പോൾ വല്ലാത്ത ചവർപ്പായിരുന്നു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് ഞാവൽപ്പഴമല്ല, അതിന്റെ തൈയല്ല, ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് മുറിച്ച് കളയാമെന്ന്. എന്നാൽ അച്ഛൻ പറഞ്ഞു, വേണ്ട, എന്തായാലും അതൊരു വൃക്ഷത്തിന്റെ തൈയല്ലേ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ചു കാലം കൂടെ അതിനെ നോക്കാം. അങ്ങനെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന് അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് മരം, അതിന് നല്ല ശിഖരങ്ങളുണ്ടായി, പക്ഷികളൊക്കെ വന്ന് അതിന് ചേക്കേറാനുണ്ടായി. നല്ല തണൽ വരുന്ന ഒരു വൃക്ഷമായി അത് മാറി. പകൽ സമയങ്ങളിൽ അവൻ അതിന്റെ ചുവട്ടിൽ വന്നിരിക്കാൻ തുടങ്ങി. വിശ്രമവേളകൾ കിട്ടുമ്പോഴൊക്കെ തന്നെ അതിന്റെ ചുവട്ടിൽ വന്ന് വിശ്രമിക്കാൻ അവൻ ശ്രമിച്ചു. അങ്ങനെ കുറെ വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവന്റെ അമ്മ ഓടി വന്ന് പറയുകയാണ്, നമ്മുടെ ആ വൃക്ഷം കായ്ച്ചിട്ടുണ്ട്, അതിന് നല്ല ഫലങ്ങൾ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആകാംക്ഷയോടുകൂടി അവൻ ഓടിപ്പോവുകയും അതിൽ നിന്ന് ആ കായ് അടർത്തിയെടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. വല്ലാത്ത രുചിയായിരുന്നു അത് പനിനീർ ചാമ്പയായിരുന്നു. അടുത്ത ദിവസം അവൻ ആ പനിനീർ ചാമ്പയുടെ അടുത്ത് ആരും കാണാതെ പോയി നിന്ന് അതിനോട് ചോദിച്ചു, ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ വീണു പോകാത്തത് എന്താണ് എന്ന് ആ വൃക്ഷത്തോട് അവൻ ചോദിക്കുകയാണ്. അവൻ്റെ മറുപടി അവനെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ഞാൻ ആരാണ് എന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ തളർച്ചയ്ക്ക് തടസ്സമായതേയില്ല. എന്നാൽ നിങ്ങൾ അറിയാതെ എൻ്റെ ഇലകൾ സൂര്യപ്രകാശം സ്വീകരിച്ചു കൊണ്ടിരുന്നു, എൻ്റെ വേരുകൾ വെള്ളവും വളവും സ്വീകരിച്ചു കൊണ്ടിരുന്നു. എനിക്ക് ആവശ്യം അതായിരുന്നു. നിങ്ങൾ എന്നെ വിമർശിച്ചപ്പോഴും വെട്ടിക്കളയാൻ പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങൾക്ക് തണൽ നൽകി. അതുപോലെ തന്നെ നിരവധി പക്ഷികൾക്ക് ചേക്കേറാനുള്ള അവസരം ഞാൻ കൊടുത്തു. അതെല്ലാം എന്നെ അധികം സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നു. ഞാൻ ആരാണ് എന്ന് തെളിയിക്കാൻ അന്ന് എനിക്ക് കഴിയില്ലായിരുന്നു. എന്നാൽ ഒടുവിൽ എൻ്റെ ഫലം പുറപ്പെടുന്നതുവരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെക്കുറിച്ച് ആരും എന്തും പറയട്ടെ, മുഖം വാടേണ്ട കാര്യമില്ല, മറുപടി പറയേണ്ട കാര്യമില്ല. അവർ വിമർശിക്കുമ്പോഴും നമ്മൾ കുലുങ്ങരുത്, വീണുപോകരുത്. മറിച്ച് അവർക്കായി തണലേകുക. നമ്മുടെ കഴിവിൽ നാം വിശ്വസിക്കുക, നമ്മുടെ പ്രവൃത്തികളിൽ നാം ഒടുവിൽ നിങ്ങളുടെ ഫലത്തിലൂടെ, പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടുമ്പോൾ നിങ്ങളെ പരിഹസിച്ചവർ, നിങ്ങളെ കുത്തുവാക്ക് പറഞ്ഞവർ അവരുടെ വാക്കുകൾ തിരുത്തുന്ന ഒരു കാലം വരും. നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയാവുന്നിടത്തോളം നിശബ്ദരായിരിക്കുക. നാളെയുടെ നാൾ നിങ്ങളെ നിന്ദിച്ചവർ നിങ്ങളിൽ നിന്നും നന്മ അനുഭവിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തിയിലും, നിങ്ങളുടെ നന്മയിലും, നിങ്ങളുടെ കഴിവിലും വിശ്വസിക്കുക.